Isabel. ഹലോ ഗൈസ്, ഡെലുലു ടൈപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. നമ്മൾ എന്താ കുക്ക് ചെയ്യാൻ പോണത്? അതെ, പോർക്ക് റിബ് അപ്പം എടുക്കുക. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പോർക്ക് റിബ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അന്ന് മര്യാദക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഫുൾ ആയിട്ടുള്ള ഒരു കുക്കിംഗ് ചെറുതായിട്ടൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് പോർക്ക് റിബ്. ഇത് നമ്മുടെ നാട്ടിലും പോർക്ക് റിബ് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഇവിടെ ജർമ്മനിയില് പോർക്ക് റിബ് ഞാൻ ആദ്യമായിട്ടാണ്, കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് മേടിച്ചതെന്ന് തോന്നുന്നു. വന്നിട്ട് 3 വർഷം ഇവിടെ വന്നിട്ട്. പക്ഷെ ഇങ്ങനെ പോർക്ക് റിബായിട്ട് നെറ്റോ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് ഇത് ഇങ്ങനെ ഞാൻ കണ്ടേക്കണം. അപ്പൊ ഇത് 631 ഗ്രാമാണ്. ഒരു കിലോന് €5.79 ഇത്. 600 ഗ്രാമിന് എനിക്ക് 3.69 3.65 കിട്ടി. ഇതുണ്ടാക്കാൻ അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒന്നാമതായിട്ട് പോർക്ക് റിബ്, പിന്നെ 2 സവാള, പിന്നെ ഒരു തക്കാളി മുഴുവൻ വേണ്ടട്ടാ, കുറച്ച് മതി. കുറച്ച് ഇഞ്ചി, 2 വെളുത്തുള്ളി, സിമ്പിൾ പരിപാടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്, നല്ല കുക്കർ. അപ്പൊ ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണാം ഗൈസ്. അപ്പൊ പോർക്ക് റിബും കൂട്ടത്തില് മുള്ളൻ ഉണക്കമീൻ വറുത്തതും കൂടി കഴിക്കാന്ന് വിചാരിച്ചല്ലേ? അതെ, ഇതൊരു പാക്കറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. ഇതിപ്പോൾ ഇത്ര പോയി അല്ലേ? ഇത് ഈ ഒരു പാക്കറ്റ് ഉണ്ടായുള്ളൂ. ഇതും പിന്നെ ഇതുണ്ട്, ഉണക്കം നങ്കുണ്ട്, അത് തീരാറ് ഏകദേശം. പിന്നെ ഇതാണുള്ളത്. അപ്പം ഇതും പോർക്ക് റിബോട് കൂടി പിടി പിടിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പച്ചക്കറി, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. കേട്ടില്ലേ? ഇനി ഈ റിബ് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ റിബ് അരിയാൻ പോണാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കുറച്ച് നേരം വോയിസ് ഓവറാണ് ചെയ്യാൻ പോകണം. കാരണം ഞങ്ങളുടെ എക്സോസ്റ്റ് ഓണാക്കിയത് കാരണം സൗണ്ടായിരുന്നു. അപ്പോൾ അത് റെക്കോർഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പോർക്ക് റിബ് മുറിക്കാനുള്ള എൻ്റെ ഈ കഷ്ടപ്പാടാണ് കാണുന്നത്. അപ്പോൾ ഇത് മുഴുവൻ കണ്ടിട്ട് ഇനി വരാം. ഓക്കെ. ഇത് മുറിച്ചെടുത്തിട്ട് ഇനി ഒന്ന് കഴുകിയെടുക്കാം. ശരിക്കും ഇറച്ചി കഴുകാൻ പാടില്ലെന്നാണ് നമ്മളുടെ ആശാൻ ബൂമ്പാങ്ങൊക്കെ പറയാറ്. പക്ഷെ നമ്മള് ഇതൊക്കെ കഴുകിയെടുക്കാം. അത്ര ഒരു ഉണക്കി കഴുകാണ്ട് ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കോട്ടെ. പക്ഷെ ഇവിടെ കഴിക്കില്ല. എനിക്ക് കുറച്ച് വൃത്തിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്തോ പറയണ, ഇറച്ചി കഴുകണോ കഴുകണ്ടേ? റെഡി, അതായത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുണ്ടാകുന്ന ഇറച്ചി, പാക്ക് ചെയ്ത് തന്നേക്കുന്ന ഇറച്ചി കഴുകണോ കഴുകണ്ടേ? കമന്റിൽ പറയുക.
എല്ലാവരും പറയായിരിക്കും കഴുകണം. നോക്കാം. നോക്കാം എൻ്റെ കൂടെയാണോ ചേട്ടൻ്റെ കൂടെയാണോ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ കഴുകിയെടുത്ത പോർക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോർക്ക് റിബ് ഓരോന്നായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ സവാളയും പച്ചക്കറിയും തക്കാളിയും ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ആദ്യം ഇടുക ആവശ്യത്തിന്, ശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മീറ്റ് മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന്, അതും കൂടി വെച്ചിട്ട് നമ്മൾ വെക്കുന്നു. കൈസ് അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് ഉപ്പ് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇത് നമ്മളൊന്ന് കൈ വെച്ച് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. എന്നാണ് അടുത്ത പരിപാടി. കൈസ് സംഭവമൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കി ഉണ്ട്. അപ്പം ഇനി നമ്മളൊന്ന് ഓണാക്കാം ഗ്യാസിൽ വെച്ചിട്ട്. ഓക്കെ, ഇതപ്പോൾ ഫസ്റ്റ് വിസിൽ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ അടുപ്പിക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒരു 5-6 വിസിൽ നമ്മൾ ഏറ്റവും ഒരു ഇപ്പോൾ 1-1.5 ഇട്ട് അടുപ്പിക്കുക. ഓക്കെ, ഉണക്കമീനപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭവതി. ഇതാ മുളക് പുരട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതാ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷം വേണേലും പൊട്ടും അല്ലേ? വിസിൽ പൊട്ടി. ഇതാ ഉണക്കമീൻ പൊരിക്കാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഫ്രൈ ആയി. ഇനി ഇത് കോരി എടുക്കാൻ നമുക്ക് കഴിക്കാൻ സെറ്റായി. ഇപ്പം നല്ല വിശപ്പുണ്ട്. വിശക്കണ്ട? പിന്നെ ഇപ്പോൾ ഉണക്കമീൻ ഫ്രൈ റെഡിയായി. ചൂട് ഉണക്കമീൻ ഫ്രൈ. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം നമ്മളൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വിസിൽ നമ്മൾ കളയരുത്, തന്നെ പ്രഷർ കളയരുത്. ഇത് മാറ്റി വെക്കുക. ഇപ്പം ഇതിൻ്റെ ആ വിസിൽ പോയിട്ട് നമ്മൾ 10 മിനിറ്റ് തുറക്കാണ്ട് വെച്ച് ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. പോർക്ക് റിബ് റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ സാധനമൊക്കെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അവസാനം കുറച്ച് ഗരം മസാലകൾ ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കും. തുറന്ന് വെച്ചിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ചോറ് കഴിക്കാം. ചോറ് എടുക്കാം നമുക്ക്. ഇത് നിനക്ക് ഇത്ര മതി? എന്താ വേണം? ആ മതി. പാത്രത്തിൽ തന്നെ ചോറ് എടുക്കുന്നത്. ഓക്കെ, ഒരെണ്ണോ രണ്ടെണ്ണോ? രണ്ടെണ്ണം. എനിക്ക് രണ്ടെണ്ണോ? ഓക്കെ, പിന്നെ അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ചോറ് കഴിച്ച് അവസാനിപ്പിക്കുകയാണ് ഈ കുക്കിംഗ് വ്ളോഗ് ഇന്നത്തെ. അപ്പോൾ ഒരു ഉണക്കമീൻ കൊടുത്തിട്ട് ഇനി തന്നെ എടുത്തിട്ട് അപ്പോൾ ഗുഡ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.